ദുരന്തഭൂമിയിൽ ഒട്ടും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഹൃദയം നടുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ കൂട്ട സംസ്കാരമാണ്. കൂട്ടമായിട്ട് സംസ്കരിക്കുന്ന ആളുകളിൽ പലതും മൃതദേഹ ഭാഗങ്ങൾ മാത്രമാണ്, പൂർണ്ണാർത്ഥത്തിൽ ശരീരം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. ബിജു പങ്കജുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായിട്ട്. ഇപ്പോൾ ബിജു, നേരത്തെ ADGP പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും ഒക്കെ തെരച്ചിൽ തുടരുക തന്നെ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വനാന്തരത്തിലൊക്കെ ഇന്നിപ്പോൾ നടന്ന തെരച്ചിൽ പലതും പൂർണ്ണാർത്ഥത്തിൽ അത് വിഫലമാണെങ്കിൽ പോലും തെരച്ചിലിൽ മറ്റു പലതും മണം ഉൾപ്പെടെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തുടർ നീക്കം എങ്ങനെയാണ് ദുരന്തഭൂമിയിൽ? പക്ഷേ ഇന്ന് നടത്തിയ തെരച്ചിലിൽ വലിയ ഫലം കണ്ടില്ല. 12 അംഗ സംഘത്തെ രണ്ടായി തിരിച്ചുകൊണ്ടാണ് 2 സ്ഥലങ്ങളിലാക്കിയിട്ട് 4 കിലോമീറ്റർ ദൂരമാണ് ഇന്ന് പ്രത്യേക ദൗത്യസംഘം തെരച്ചിൽ നടത്തി. ഒന്നും കണ്ടില്ല. പക്ഷേ നാളെ കൂടുതൽ കാര്യക്ഷമമായി ആർമി ഡോഗിൻ്റെ സഹായത്തോടു കൂടി അവിടെ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കടാവർ ഡോഗിനെ കൂടി കൊണ്ടുപോയി ഈ സംഘത്തോടൊപ്പം റോപ്പിൽ താഴേക്കിറക്കി അവിടെ മണം പിടിച്ച് അവിടെ മൃതദേഹങ്ങളുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാനാണ് ആർമി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാളത്തെ തെരച്ചിൽ കൂടി കാര്യക്ഷമമായി നടത്തുകയാണ് ആർമിയുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഏജൻസികളുടെയും തീരുമാനം. നാളെ രാവിലെ ഇതേപോലെ തന്നെ ഇന്ന് 3.5 മണിക്കൂറോളം കാലാവസ്ഥ മോശമായതിനാൽ വൈകിയാണ് തുടങ്ങുന്നത്. 8:30 തുടങ്ങേണ്ട ദൗത്യം 12:30 തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് 4 കിലോമീറ്റർ ദൂരം മാത്രമാണ് തെരച്ചിലിന് അവർക്ക് കഴിഞ്ഞുള്ളൂ. 6 കിലോമീറ്ററാണ് ഇന്നത്തെ ദിവസം ലക്ഷ്യമിട്ടത്. നാളെ ആർമി ഡോഗിൻ്റെ സഹായത്തോടുകൂടി കൂടുതൽ തെരച്ചിൽ നടത്തി മൃതദേഹങ്ങളുണ്ടോ എന്ന് ഉറപ്പിക്കാനാണ് പ്രത്യേക ദൗത്യത്തിൻ്റെ തീരുമാനം. ബിജു, നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ തെരച്ചിലുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സേനാംഗങ്ങൾ, ഫോഴ്സിന് ആ ഒരു അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ആ ബലം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് വെല്ലുവിളി? ഒന്ന്, ഈ ഇവിടുത്തെ ടെറൈൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. വളരെ സ്റ്റീപ്പായി കിടക്കുന്ന ഒരു പ്രദേശം, വനമേഖല, വന്യമൃഗങ്ങളുടെ ശല്യമുള്ള പ്രദേശം. പിന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ ഭൂമിയുടെ കിടപ്പ് തന്നെ മാറിപ്പോയി. അങ്ങനെയൊക്കെയുള്ളൊരു പ്രദേശത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന് വളരെ ദുഷ്കരമായൊരു പ്രദേശമാണ്, ദുഷ്കരമായൊരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളെ മറികടന്നു വേണം ഈ ദൗത്യ സേനാംഗങ്ങൾക്ക് അവിടെ ഇറക്കാനായിട്ട്. ഇന്നത്തെ ദൗത്യം ഫലം കണ്ടില്ല. പക്ഷേ വളരെ സ്മെല്ല്, അതായത് ദുർഗന്ധം ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ മൃതശരീരങ്ങൾ മണ്ണിൽ അലിഞ്ഞ് അത് ജീർണിച്ചു പോകാനാണ് സാധ്യത. എന്തായാലും നാളെ ഈ ആർമി ഡോഗിൻ്റെ സഹായത്തോടുകൂടി ഈ പ്രദേശത്ത് ഒരു കാര്യക്ഷമമായി വീണ്ടും ഒരു പരിശോധന കൂടി നടത്താനാണ് തീരുമാനം. കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ രാവിലെ തന്നെ 8 മണിയോടുകൂടി തന്നെ ഈ തെരച്ചിൽ സംഘങ്ങൾ ഹെലികോപ്റ്ററിൽ ഈ സൂചിപ്പാറയിലേക്ക് പോകും. അതായത് നിലവിൽ ഇപ്പോൾ ആരൊക്കെ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു? 8 ദിവസം പിന്നിടുകയാണ്. ഇനിയും പല സേനകൾ ഇതിന്റെ ദൗത്യത്തിന്റെ ഭാഗമാകുന്നുണ്ടല്ലോ. അവരുടെയൊക്കെ സേവനം വരും ദിവസങ്ങളിലും ഉണ്ടാകുമോ? എങ്ങനെ മുന്നോട്ട് പോകാനാണ്? അതായത് ദിവസം മുന്നോട്ട് പോകുന്നതോറും ജീവനോടെ ഇനി ഒരാൾ കിട്ടുക എന്നുള്ള പ്രതീക്ഷയൊക്കെ പൂർണ്ണമായി അസ്തമിക്കുന്നു. അപ്പോൾ അല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? കടലിൽ വരെ തെരച്ചിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതായത് ഇന്നിപ്പോൾ ഇത്തരം തെരച്ചിലുകൾക്ക് വൈദഗ്ധ്യമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ടീമാണ് ഈ പ്രദേശത്ത് ജോലി ചെയ്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ, അതായത് ഈ കാട്ടിൽ മാവോയിസ്റ്റ് തെരച്ചിൽ അടക്കം നടത്തുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ, അതുപോലെ ആർമിയിലെ ഇതിന് വേണ്ടി മാത്രമുള്ള അംഗങ്ങൾ, ഇവരെല്ലാവരും ചേർന്ന ഒരു വൈദഗ്ധ്യമുള്ള ടീമാണ് ഈ പരിശോധനയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാഗൽഭ്യത്തിൽ നമുക്കൊരു കുറവ് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ആർമിയും വനംവകുപ്പും അതുപോലെ സംസ്ഥാന പോലീസും ചേർന്നുള്ള ഒരു തെരച്ചിൽ തന്നെ ഇതാദ്യമാണ്. എന്തായാലും നാളെ ആർമി ഡോഗുകളുടെ സഹായത്തോടു കൂടി തന്നെ ഒരു കാര്യക്ഷമമായ പരിശോധനയാണ് ദൗത്യസംഘം ലക്ഷ്യമിടുന്നത്. ശരി, ബിജു പങ്കുജാണ് വിവരങ്ങൾ നൽകുന്നത്. നാളെ ആർമിയുടെ കടാവർ നായ്ക്കൾ ഉൾപ്പെടെ ഈ തെരച്ചിലിൻ്റെ ഭാഗമാകും. ആ തരത്തിലാണ് നാളത്തെ തെരച്ചിൽ നടക്കാൻ പോകുന്നത്. പക്ഷേ അവിടെ ഭൂപ്രകൃതി ഉൾപ്പെടെ ഇതിന് വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് ബിജു വിശദീകരിച്ചത്.